എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ 3rd യൂണിറ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നുള്ള പാഠഭാഗത്തിൻ്റെ കംപ്ലീറ്റ് നോട്ടാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെല്ലാം ഐഡിയാസ് വേണം എന്നാണ് ഗാന്ധിജിയുടെ ആഗ്രഹം? അതിൻ്റെ ആൻസർ: സെക്യുലറിസം, ലിബർട്ടി, ഫ്രെറ്റേണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, സവർജിനിറ്റി, ഇക്വാലിറ്റി. സെക്യുലറിസം ഉണ്ടാവണം, ലിബർട്ടി സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഫ്രെറ്റേണിറ്റി സാഹോദര്യം ഉണ്ടാവണം, ജെൻഡർ ജസ്റ്റിസ് ലിംഗസമത്വം ഉണ്ടാവണം, സവർജിനിറ്റി പരമാധികാരം ഉണ്ടാവണം, ഇക്വാലിറ്റി തുല്യത ഉണ്ടാവണം. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Indian freedom struggle became the foundation of our constitution. Evaluate. Indian freedom struggle, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫൗണ്ടേഷനായി മാറി. അത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ: ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 helped the people to develop a sense of nationalism based on religious harmony. അതായത് മതസൗഹാർദ്ദത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ദേശീയ ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് സാധിച്ചു. രണ്ടാമത്തെ പോയിന്റ്: ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഇൻ 1885 helped to develop a sense of nationalism among the people beyond caste, religion and regional thinking. അതായത് ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശിക ചിന്തകൾക്കും ഒക്കെ അതീതമായിട്ട് നമ്മൾക്കൊരു ദേശീയ ബോധം ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു. The main objectives of the freedom struggle was not only to end foreign rules but also ensure better social and political life for every Indian. അതായത് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ റൂൾ, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു നല്ല സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം കൂടി ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു. അടുത്ത പോയിന്റ്: ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ് സ്ട്രെങ്തൻഡ് ദ ഡിമാൻഡ് ഫോർ ഡെമോക്രസി ബേസ്ഡ് ഓൺ ദ സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം എന്ന ആശയത്തിന് ഗാന്ധിജിയുടെ സ്വാധീനം ബലം നൽകി. അടുത്ത പോയിന്റ്: ദ ഐഡിയാസ് ആൻഡ് വാല്യൂസ് ഓഫ് ഫ്രീഡം, ഇക്വാലിറ്റി ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്, ബ്രദർഹുഡ് ആൻഡ് റിലീജിയസ് ഹാർമണി പുട്ട് ഫോർവേഡ് ബൈ ദ നാഷണൽ മൂവ്മെൻറ്റ് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രീഡം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഇക്വാലിറ്റി ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വം, ബ്രദർഹുഡ് സാഹോദര്യം ആൻഡ് റിലീജിയസ് ഹാർമണി മതസൗഹാർദ്ദം എന്നിവ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങളാണ്. ഇവയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണായിട്ട് മാറിയിട്ടുള്ളത്. ലാസ്റ്റ് പോയിന്റ്: ദീസ് വ്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഐഡിയകളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിങ്ങിനെ സ്വാധീനിച്ചിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. അത് പുസ്തകത്തിലെ പേജ് നമ്പർ 41 തന്നിരിക്കുന്ന ചിത്രത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻസ് അബൌട്ട് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമിങ്ങിന് എന്തെല്ലാം കാരണമായി എന്ന് ഈ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അതിൽ നിന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന്, വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. സിവിൽ റൈറ്റ് മസ്റ്റ് ബി എൻഷുർഡ്. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ഓൾ റിലീജിയസ് ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻറ്റ്. അതായത് എല്ലാ മതങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകി. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷുർഡ്. സാമൂഹ്യ നീതി ഉറപ്പാക്കി. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ബലം നൽകി. അപ്പോൾ ഇത്രയുമാണ് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. ബാക്കി 2-3 പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. എൻഷുറിംഗ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ. അതായത് എല്ലാ ആളുകളും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് ഉറപ്പാക്കി. പ്രൊമോഷൻ ഓഫ് ദ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. അതായത് ഇക്വാലിറ്റിയെയും ജസ്റ്റിസിനെയും, തുല്യതയും നീതിയെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്തു. എൻഷുറിംഗ് ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ ഇറ്റ്സ് സിറ്റിസൺ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസിൻ്റെയും വെൽഫെയറും പ്രോഗ്രസും, പുരോഗതിയും അഭിവൃദ്ധിയും ഉറപ്പാക്കി. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. അടുത്തതായി ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എഗനസ്റ്റ് ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷ് റൂളിനെതിരായിട്ടുള്ള ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ്, ഒരു സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ മൂവ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ: ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 സമരമാണ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്.
അടുത്തായി 5th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിട്ടുള്ള വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1885 ആണ്. അടുത്തതായി 6th ക്വസ്റ്റ്യൻ, നെയിം ദ റീജിയണൽ ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ എഗനസ്റ്റ് ബ്രിട്ടീഷ് ഡൊമിനേഷൻസ്. അതായത് ബ്രിട്ടീഷുകാരുടെ അധികാരത്തിനെതിരായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പ്രാദേശികമായിട്ടുള്ള ചില സംഘടനകൾ രൂപീകരിച്ചു. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. 3 എണ്ണമാണുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അടുത്തതായി 7th ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിലവിൽ വന്നത്? 26th January 1950. അടുത്തതായി 8th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ ഫോർ 2.5 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം 2.5 വർഷത്തോളം ഇന്ത്യ ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുൻഗാമി ഏതാണ് എന്നുള്ള ചോദ്യവും ചോദിക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935. അതായത് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മൾ അതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആക്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ, ബൈക്യാമറൽ ലെജിസ്ലേറ്റീവ് ഇൻ 6 provinces. അതായത് 6 provinces ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എന്താണ്? ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ആണ്, സഭകളാണ് ഉണ്ടായിരുന്നത്. 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്, 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. ബൈക്യാമൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെന്ററിലും ബൈക്യാമൽ ലെജിസ്ലേറ്റർ ആയിരുന്നു, സഭയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്. അതായത് ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വർക്കേഴ്സിനും ഒക്കെ ആയിട്ട് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് പോയിന്റ്, പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ പ്രൊവിൻസസ്. അതായത് അധികാരം സെന്ററിനും പ്രൊവിൻസസിനും ഡിവൈഡ് ചെയ്തു കൊടുത്തു. 10th ക്വസ്റ്റ്യൻ, വിച്ച് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ? അധികാരം കൈമാറുന്നതിന് വേണ്ടി 1946 ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള മിഷൻ ഏതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ദ ക്യാബിനറ്റ് മിഷൻ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 11, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിക്കുകയും സൈൻ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 26th November 1949. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 12, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 13, ഹു വാസ് ദ ഇലക്റ്റഡ് ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 14, ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഡോക്ടർ BR അംബേദ്കർ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 15, വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കീ ഫീച്ചേഴ്സ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കീ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. അതായത് 2 വർഷം 11 മാസം 17 ദിവസമാണ് ഇത് ഫ്രെയിം ചെയ്യാനായിട്ട് എടുത്ത സമയം. സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9-ാം തീയതി. അടുത്ത പോയിന്റ്, ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത പോയിന്റ്, ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത പോയിന്റ്, കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26th January 1950. അതായത് 1950 ജനുവരി 26-നാണ് ഇത് നിലവിൽ വന്നത്. അന്നാണ് ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ലാസ്റ്റ് പോയിന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26th November 1949. 1949 നവംബർ 26-ാം തീയതിയാണ് ഇത് അഡോപ്റ്റ് ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്തതായി 16th ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ ആൻസർ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 17, ഹൗ മെനി പാർട്സ്, ആർട്ടിക്കിൾ ആൻഡ് ഷെഡ്യൂൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് വെൻ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ അതിന് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾ ഉണ്ട്, എത്ര പാർട്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഇപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ട്. അത് നിലവിൽ വന്നപ്പോൾ എത്രയുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1950 ഹാഡ് 22 parts,
395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. അത് 1950 നിലവിൽ വരുമ്പോൾ 22 പാർട്ടുകളും 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പാർലമെന്ററി ഡെമോക്രസി, അതാണ് ഒന്നാമത്തെ ഫീച്ചർ. അതിൻ്റെ എക്സ്പാൻഷൻ പറയാം. ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. അതായത് ലെജിസ്ലേറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത് എക്സിക്യൂട്ടീവാണ്. അതാണ് നമ്മുടെ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പോപ്പുലർ സോവറിനിറ്റി. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദ പീപ്പിൾ. എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത്. അതാണ് പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നത്. ജനാധിപത്യ പരമാധികാരം എന്നാണ് അതിനെ നമ്മൾ സാധാരണ പറയാറുള്ളത്. അടുത്തതായി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഓരോ പൗരനും ചില അവകാശങ്ങൾ ഗ്യാരണ്ടി നൽകുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. അതിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവരി ഇൻഡിവിജ്വൽ ഓസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. നമ്മുടെ നേഷന് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എല്ലാ പൗരന്മാരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്തായി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്ഷൻസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്. അതായത് സോഷ്യലായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചില നിർദ്ദേശ തത്വങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് ഗ്യാരണ്ടീഡ് അല്ല. അടുത്തതായി റൂൾ ഓഫ് ലോ. ഓൾ സിറ്റിസൺസ് ആർ സബ്ജക്ട് ടു ദ ലോ, നോ വൺ ഈസ് എബവ് ദ ലോ. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയമാണ്, ആരും നിയമത്തിന് മുകളിലല്ല. അടുത്തതായി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹു അറ്റൈൻ എ പർട്ടിക്കുലർ ഏജ്. ഒരു നിശ്ചിത പ്രായത്തിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 18 വയസ്സാണ്. അടുത്തത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ദ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലെജിസ്ലേറ്റർ ആൻഡ് എക്സിക്യൂട്ടീവ്. അതായത് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് ലെജിസ്ലേറ്റീവിനോ എക്സിക്യൂട്ടീവിനോ കൺട്രോൾ ഒന്നുമില്ല. അടുത്ത പോയിന്റ് ഫെഡറലിസം. എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ പവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ്, അധികാരം പങ്കിട്ടെടുക്കുന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അടുത്തതായി സിംഗിൾ സിറ്റിസൺഷിപ്പ്. ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദ കൺട്രി, ദർ ഈസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഒന്നുമില്ല. സെൻട്രലിന് മാത്രമേ ആ സിറ്റിസൺഷിപ്പ് നൽകാനുള്ള അധികാരമുള്ളൂ. അതിനെയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 19. ട്രൂ ഓർ ഫോൾസ് ആണ്. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാ. ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ, അവർ കോർട്സ് വർക്ക് അണ്ടർ ഗവൺമെന്റ്. നമ്മുടെ കോടതികൾ ഗവൺമെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അത് ഫോൾസ് ആണ്. രണ്ടാമത്തത്, സർട്ടൻ പവേഴ്സ് ആർ വാസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ചില പവറുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് മാത്രമായിട്ടുണ്ട്. അത് ശരിയാണ്, ട്രൂ ആണ്. ചില പവറുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമുണ്ട്, ചിലതിന് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിട്ടുണ്ട്. പിന്നെ 2 പേർക്കും കൂടിയുള്ള പവറുകളും ഉണ്ട്. ഓക്കെ. അടുത്തത് മൂന്നാമത്തത്, എവരി വൺ ഹൂ ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്. അത് ശരിയാണ്. 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നോ വൺ ഈസ് എബവ് ദ ലോ. ആരും നിയമത്തിന് മുകളിലല്ല. അതും ശരിയാണ്, ട്രൂ ആണ്. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. അതായത് ഒരു പൗരന് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും നാഷണൽ സിറ്റിസൺഷിപ്പും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇല്ല, നമുക്ക് ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. അത് ഫോൾസ് ആണ്. അടുത്തത്, ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവറിൻ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരി. അത് ശരിയാണ്, ട്രൂ ആണ്. അടുത്തത്, നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്. നമ്മുടെ റൂളേഴ്സിന് മുകളിൽ ആർക്കും കൺട്രോൾ ഇല്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. നമ്മുടെ റൂളേഴ്സിന് മുകളിൽ ജനങ്ങൾക്ക് കൺട്രോൾ ഉണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് റൂളേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 20. ഡാഷ് ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ ലോ എന്നറിയപ്പെടുന്നത് എന്താണ്? അതിൻ്റെ ആൻസർ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 21. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻഡ് ഇൻ ദ കൊളാഷ്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ
പേജ് നമ്പർ 46 തന്നിരിക്കുന്ന കൊളാഷിൽ നിന്നും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുന്നത് നല്ലതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ 3 എഴുതാം. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 22, റൈറ്റ് എ നോട്ട് അബൌട്ട് പോക്സോ ആക്ട്. പോക്സോ ആക്ടിനെ പറ്റി ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോക്സോ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശിശു സൗഹാർദ്ദമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ലിംഗവിവേചനമില്ല, അല്ലെങ്കിൽ ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് പോയിന്റ്, ദ ലോ കൺസിഡേഴ്സ് ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 18 ആസ് എ ചൈൽഡ്. അതായത് ഈ ലോയ് പ്രകാരം, ഈ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ളവരെയെല്ലാം കുട്ടികളാണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കേസസ് ഓഫ് സെക്ഷൽ അസാൾട്ട് ആർ ടു ബി റിപ്പോർട്ടഡ് അണ്ടർ സെക്ഷൻ 19 ടു ദ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഓർ ദ ലോക്കൽ പോലീസ്. അതായത് ഈ നിയമപ്രകാരം കുട്ടികൾക്കെതിരെയായിട്ടുള്ള സെക്ഷലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ലൈംഗികപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസിലോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത്, ഒഫൻസസ് ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് ആർ നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്. അതായത് ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നാണ്. CWPO എന്നവരെ അറിയപ്പെടും. അടുത്ത പോയിന്റ്, ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് സെറ്റ് അപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം POCSO മോണിറ്ററിംഗ് സെൽ അണ്ടർ സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട്. അതായത് ഈ നമ്മുടെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റം രൂപീകരിച്ചിട്ടുണ്ട്. ഈ പോക്സോ കേസുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട് പ്രകാരമാണ് നടപ്പാക്കിയിട്ടുള്ളത്. അടുത്തത്, ദ ആക്ട് എൻഷുവേഴ്സ് സേവർ പനിഷ്മെന്റ് ടു എനിവൺ ഹു ഇൻഡൾജ് ഇൻ പോക്സോ ഒഫൻസസ്. അതായത് ഈ പോക്സോ ഒഫൻസിൽ പെടുന്ന ഒരാൾക്ക് തക്കതായ ശിക്ഷ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പോക്സോയെ പറ്റിയുള്ള നോട്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസറിലേക്ക് വരാം. എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. അതായത് പൗരന്മാരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഡിഫൈൻസ് ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പവറുകളും ഡീലിമിറ്റ്സും അവരുടെ പരിമിതികളും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അടുത്ത പോയിന്റ്, എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് എല്ലാ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റംസും പ്രവർത്തിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നു, ഉറപ്പാക്കുന്നു. അടുത്ത പോയിന്റ്, പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് പ്രിസർവ് ചെയ്യുന്നു, സംരക്ഷിക്കപ്പെടുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിനെ നയിക്കുന്ന ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ആക്ട്സ് ആസ് സേഫ് ഗാർഡ് എഗനസ്റ്റ് ടിറണി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. അധികാര ദുരുപയോഗത്തിലും സ്വേച്ഛാധിപത്യത്തിലേക്കും ഒക്കെ പോകാതെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നിയമമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 24, പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദ റിപ്പബ്ലിക് ഡേ റാലി വിത്ത് മെസ്സേജസ് റിഫ്ലക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ ചേർത്തുകൊണ്ട് റിപ്പബ്ലിക് ഡേക്ക് പോകാനുള്ള ഒരു പ്ലക്കാർഡ്സ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലക്കാർഡ്സിലേക്ക് വേണ്ടുന്ന കുറച്ച് പോയിന്റുകളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നോക്കിയാട്ടെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്. അടുത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഷീൽഡ് അഗൈൻസ്റ്റ് അബ്യൂസ് ഓഫ് പവർ. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നോ ഡിസ്ക്രിമിനേഷൻ. ലാസ്റ്റ്, സെക്യുലറിസം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇത്രയാണ് പ്ലക്കാർഡിൽ ചേർക്കാനുള്ള വാക്യങ്ങൾ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 25, ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അതായത് പുസ്തകത്തിലെ പേജ് നമ്പർ 51-ലും 51-ലുമായിട്ട് നൽകിയിരിക്കുന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് 51-ൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഐഡിയാസ് വെയർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976. 1976 ഏതൊക്കെ ഐഡിയകളാണ് പുതുതായിട്ട് ആഡ് ചെയ്തത്? അത് സോഷ്യലിസം, സെക്യുലറിസം, ഇൻറ്റഗ്രിറ്റി.
ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത് 26 ജനുവരി 1950. അടുത്തത് വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? അതായത് ഏത് വർഷത്തിലാണ് ആദ്യത്തെ അമെൻമെൻറ്റ് നടത്തിയത്? അമെൻമെൻറ്റ് 1 1951. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. അതായത് ഷെഡ്യൂളുകളുടെ എണ്ണം 9 ആയിട്ട് കൂട്ടി. അടുത്തത് ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എന്ന് വരെ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ടിൽ 1978. അടുത്ത ചോദ്യം ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ സിൻസ് വെൻ? അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എന്ന് മുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ യെസ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. 2012 എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് 2002 മുതൽ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അടുത്ത ചോദ്യം ഹൗ മെനി ടൈംസ് ഹാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻമെൻറ്റഡ് സോ ഫാർ? ഇതുവരെ എത്ര തവണ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം. അതിൻ്റെ ഉത്തരം 106, 106 വട്ടം. അപ്പോൾ ഇത്രയുമാണ് ആ ചോദ്യങ്ങൾ. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 26. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. അതായത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 27. ഹു ഹാസ് ദ പവർ ടു അമെൻമെൻറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368, Parliament has the power to amend the constitution, but the basic structure of the constitution should not be amended. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ദ സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി അമെൻമെന്റഡ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറുകൾ അമെൻമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 28. പ്രിപ്പയർ എ ടൈം ലൈൻ യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ചേർത്തുകൊണ്ട് ഒരു ടൈം ലൈൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അമെൻമെൻറ്റ് 1 1951, ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. അമെൻമെൻറ്റ് 42 1976, സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ്. അമെൻമെൻറ്റ് 44 1978, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. Amendment 73 and 74 1992, പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്. Amendment 86 2002, എഡ്യൂക്കേഷണൽ ബിക്കം ഫണ്ടമെന്റൽ റൈറ്റ്. Amendment 101 2016, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. Amendment 106 2023, വിമൻസ് റിസർവേഷൻ ബിൽ. അടുത്തതായി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. വെൻ ദ റൂൾസ് ആർ എൻഫോഴ്സ്ഡ്. അപ്പോൾ അവിടെ പുസ്തകത്തിലെ പേജ് നമ്പർ 52 ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. നിയമങ്ങൾ നടപ്പാക്കുന്നതായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം ഒന്ന് നോക്കാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയസ് ചലഞ്ചസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. വാട്ട് കുഡ് ബി ദ റീസൺ? അതായത് ലോകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവപ്പെടാറുണ്ട്. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് വരാം. അവിടെ 3 പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. വേരിയഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, അതായത് ആളുകളുടെ പല താല്പര്യങ്ങൾ. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡു നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാതെയുള്ള ലെജിസ്ലേഷൻ. ഇഗ്നറൻസ് ഓഫ് ലോ, നിയമത്തെ പറ്റിയുള്ള അറിവില്ലായ്മ. അടുത്തതായിട്ട് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസസ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ. ഫെയിലുവർ ടു എൻഫോഴ്സ് ലോ, അതായത് നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നതിലുള്ള പരാജയം. അടുത്തതായിട്ട് മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോസ്, അതായത് നിയമത്തെ എന്ത് ചെയ്യുക, ദുർവ്യാഖ്യാനം ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.